ഇത് എന്താ അച്ഛനും അമ്മയും കൂടെ രാവിലെ തന്നെ അമ്മാമ്മയെ വീട്ടിൽ പോയിക്കണം. ഇന്ന് വല്ല ഞങ്ങളെങ്കിലേ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ആദ്യം നമുക്ക് ചായ ഉണ്ടാക്കാം. നീ ആ ഫ്രിഡ്ജിൽ പാലെടുത്ത് ഒഴിച്ചു വെച്ചാണ്. നീ കുപ്പിയിൽ നിന്ന് പാലാണ് എടുത്ത് വെച്ചാ അടേ ഈ കുപ്പിയിൽ നിന്ന് മലരെ അത് തൈരാണ്. തൈരായിരുന്നല്ലേ? ഇപ്പൊ രാവിലെ മോര് കുടിക്കല്ലേ? പ്രഭാത ഭക്ഷണം ഇടിയപ്പോയാലേ നീ എന്തായിരുന്നു മുക്കണം? ഇത് പുതുങ്ങലില്ല. അങ്ങോട്ട് മാറാ. പിതുക്കാനും പറഞ്ഞുകൂടാ. മെമ്പേഴ്സ് വേണ്ടി വരൂ. പൊട്ടി അമ്മ വരുമ്പോ പറയില്ലേടാ. ഇപ്പൊ പോവാൻ ചേരാമേ. ഉച്ചയ്ക്ക് ചോറും ചമ്മന്തി പപ്പടവും. എന്റെ കൈ ഫ്രിഡ്ജ് പണിസാക്കിയപ്പോ നിനക്ക് സമാധാനമായില്ലടാ. കുറച്ചുകൂടെ മൂക്കാണ്ടായിരുന്നല്ലേ കൈ. ചോറ് അതാ കഞ്ഞിയാണ്. നീ ഏത് ടീനിലാണ് ഉപ്പെടുത്തിട്ടാ? ആ മഞ്ഞ ടിന്നിൽ നീല വരെയുള്ള അത് ഉപ്പല്ലടാ. സർഫാ. പ്രഭാകര, നീ ആ കോഴി മുട്ടയിട്ടാ നോക്കിയാ? ആ മലയാളി മുട്ട എടുക്കുകയും ചെയ്ത് കോഴിനെ കുളിപ്പിക്കുകയും ചെയ്ത്. കുളിപ്പിച്ചാ? വാ, കുളിപ്പിച്ചിട്ട് അശയിൽ പിഴിഞ്ഞ് വിരിച്ചിട്ടുണ്ട്. പിഴിഞ്ഞ് അശയിൽ വിരിക്കാൻ തുണിയാ. പിന്നെ ഉണങ്ങാതിരുന്ന അതിന് പനി പിടിക്കൂലേ? മലയാളി പൊട്ടൻ തന്നെ. പശുവിനെ കുളിപ്പിക്കാത്തത് ഭാഗ്യം. മലയാളി പശുവിനെ കുളിപ്പിക്കണ്ടേ? എന്റെ പശു എന്തായാലും നോക്കണം. കുറെ നേരമായില്ല. ആ മലയാളി പൊത്തിലൊന്ന് കൈയിട്ടാണി. നീ കാര്യം പറ. നിങ്ങൾ ഇടി ഇട്ട് ഇത്താ. എന്തെങ്കിലും കയ്യിൽ തട്ടുന്നുണ്ടാ? ഇല്ലടാ. അപ്പൊ അത് ഇപ്പഴത്തെ പൊത്തിലായിരുന്നല്ലേ? എന്തോന്ന്? ഒന്നുമില്ല മലയാളി, ഒരു ചെറിയ കരിമൂർക്കൻ ഈ പൊത്തിലോട്ട് കയറുന്ന കണ്ട്. ആ പൊത്തിലാണ് ഈ പൊത്തിലാണ് ചെറിയ സംശയം. ഇപ്പൊ സംശയം തീർന്നു. അതായിരുന്നു. എന്നാലും സെൽവം മലയാളി ഒരു ധൈര്യശാലി തന്നെ. എടാ, ഇന്നലെ നമ്മളെ പശു ആ ഗോവിന്ദന്റെ പറമ്പിൽ കയറിയല്ല നശിപ്പിച്ചില്ലേ? അതിന് പൈസ വയ്ക്കാൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇല്ലെന്നേ പറയാവൂ. അതെങ്ങനെ ശരിയാ മലയാളി? നിങ്ങൾ ഇവിടെ നിൽക്കില്ലേ? പിന്നെ എങ്ങനെ നിങ്ങൾ ഇല്ലെന്ന് ഞാൻ പറയും? ഞാൻ ഉണ്ട്, പക്ഷെ ഞാൻ ഇവിടെ ഇല്ലെന്നേ നീ പറയാവൂ. ശരി മലയാളി. നിന്റെ മലയാളിയുടെ പോയി. അത് മലയാളി ഇവിടെ ഉണ്ടെന്നാ ഇല്ലെന്നാ പറയാൻ പറഞ്ഞത്. എവിടെയാണ് നിന്റെ മലയാളി? നിക്കേ മലയാളി, നിങ്ങൾ ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ? ഇല്ലെന്ന് പറയണോ? പൊട്ടാ. അയ്യോ, ഇതാരും ഗോവിന്ദനാ. നന്നായിട്ടുണ്ട്. നോക്കിക്കോടാ, നീ ഒന്നും ഇവിടെ നേരെ ചൊവ്വേ പോകൂല. തേളഞ്ഞിയുടെ വലം കൈകളെ നീക്ക നോക്കിച്ചു വിട്ടേക്കണം. പണി തരുവേ. പോടാ പോടാ, നിന്റെ എണ്ണം പുളുത്തു. ഇന്നലത്തെ ചിക്കൻ മപ്പാസ് പണിയും നന്നാന്ന് തോന്നണം. ഒരു കക്കൂടെ പോയിട്ട് വരാം. അണ്ണോ, എന്തിനാ നിങ്ങൾ പെട്ടെന്ന് ഒന്നാണ്? ഞാൻ ഒന്ന് കക്കൂസി പോയിട്ട് വരാം. ഇതിനെ കാട്ടി വലിയ കാര്യമാണത്. കവലയിൽ വെച്ച് രണ്ട് വരുത്തന്മാരെ തന്നെ എനിക്ക് പ്രതികാരം ചെയ്യണം. ഈ പ്രതികാരം തീർത്തിട്ട് വന്നാ പോലെ പറ്റൂല. നിങ്ങൾ ഇങ്ങോട്ട് വാ അണ്ണ. വന്നടാ എന്റെ അനിയണ്ണ. എവിടെ കുഞ്ഞോരെ മക്കളെ നീക്ക പൊളിച്ചത്? അനിയണ്ണ, അവന്മാര് നിങ്ങളെ കണ്ട് പേടിച്ച് അപ്പിയിട്ടെന്നാണ് തോന്നുന്നത്. നല്ല മാറ്റം വരണം. അനിയുടെ ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. കൈയിട്. നീ അണ്ണന്റെ പുറത്ത് കൈ വെച്ചല്ലേ? പറന്നടിയണ്ണ അങ്ങോട്ട്. അണ്ണം പൊളുത്തി. ചിക്കൻ പപ്പാസ് പോയി. നിന്റെ തപ്പഴെ പറഞ്ഞില്ല പോയിട്ട് വരാണ്. അണ്ണാ പോവില്ലേ? നിന്നെ കണ്ട തിരിച്ചു വന്നിട്ട് എടുത്തോളാം. നീ ആയിട്ട് നോക്കട്ടെ കിച്ചു. എടാ ഉമറെ, നാളെ രാവിലെ ഷോർട്ട് ഫിലിം ഇറക്കാനല്ലേ? നീ ഇങ്ങനെ ചിക്കനും കയറ്റിക്കൊണ്ടിരുന്നാ മതിയാ ഉമറെ. ആ ക്ലൈമാക്സ് പോർഷന്റെ ബീജം തീർക്കണ്ടേ? ക്ലൈമാക്സ് പോർഷന്റെ ബീജം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർത്തല്ലേ? സമാധാനമായിട്ട്. പിന്നെ നൈറ്റ് ഫുള്ള് വർക്ക് ചെയ്യാറുണ്ട്. 10 പൊറോട്ട പാഴ്സൽ പറയാൻ. നീ ആ ക്ലൈമാക്സ് ബീജം ഒന്ന് കേൾപ്പിച്ചാണോ പറയാ? എന്നടാ പണ്ടി വെച്ചിരിക്കേ? എടാ, അമ്മ മരിച്ചിരിക്കുന്ന സീനാണ്ടാ. അതിന്റെ ഇടയിൽ അക്കിടുക. ഓക്കെ, ഇത് ഞാൻ റീവർക്ക് ചെയ്ത് സെറ്റ് ആക്കാം. നിങ്ങൾ 14 മുടക്കി സെറ്റ് ചെയ്ത് ഏരിയൽ ഷോട്ടിൽ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടില്ലേ? അതിലൊരു കിണ്ണം കാച്ചി ബീജം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തരമാണ് സംഭവം. ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടാണ്. നീ അങ്ങോട്ട് കേപ്പിരും പറ. മുഹമ്മദ് സാഹിബിന്റെ മൂത്തമോൻ ഉമറെ. ഇതാണ് ആ തരമാണ് സംഭവം. ഒരു വജ്രായുധമുണ്ട്. അനിരുദ്ധിന്റെ ബീജമിൽ ആരിച്ചേരാജിന്റെ സംഗീതം കേട്ടി ഈ ഉമ്മറിൽ പൊട്ടിക്കൊടുത്ത ഒരു സംഭവം ഇവർക്ക്. രണ്ടുപേരായിരിക്കാം, പക്ഷെ ജയിക്കണത് ഒരാളായിരിക്കും. അത് ഞാനായി. അത് നിന്റെ അതിമോഹമാണ് മോനെ. അതിമോഹം. കോളേജ് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ 3000 വോട്ടുകൾക്ക് ഈ ജിത്തു ആയിരിക്കും ചെയർമാനായിട്ട് ജയിക്കണം. ജിത്ത് ജില്ലാടി ബിട്ടാക്കില്ലാടി. അതിന് കോളേജിൽ 2000 വോട്ടല്ലേ ഉള്ളൂ. അപ്പൊ 1000 വോട്ട് കള്ള വോട്ട് ചെയ്യിപ്പിക്കാനല്ലേ നിന്റെ പ്ലാൻ? നടക്കനെ ചമ്മയിക്കൊള്ളടാ. അങ്ങനെയാണെങ്കിൽ കേട്ടോ, ഞാൻ തോറ്റ എന്റെ തല അല്ല വേണ്ട, ഈ ഇരിക്കുന്ന നമ്മുടെ അച്ഛന്റെ തല പളനി കൊണ്ടുപോയി മുട്ടയടിച്ച് പുള്ളി കുത്തി കാവടി എടുപ്പിക്കും ഞാൻ. ഇതെന്റെ വാക്ക്. എങ്കിൽ കേട്ടോ, ഞാൻ തോറ്റ പഠിത്തം നിർത്തി ജോലിക്ക് പോവാതെ ഈ അമ്മ പോയല്ലേ, ഈ അച്ഛനെ പണിക്ക് വിട്ട് ഞാൻ സുഖമായിട്ട് ജീവിച്ചോളാം. ഇത് എന്റെ വാക്ക്. ഞാൻ എന്തായാലും ഇലക്ഷന് ജയിക്കും. അവനാകെ കിട്ടണത് അവന്റെ ഒരു വോട്ട് മാത്രമായിരിക്കും. എന്റെ ഒരു വോട്ടും കൂടെ അവനിരിക്കട്ടെ. ഒരു വോട്ടേ അവന് കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് എന്റെ വോട്ടും കൂടെ ഇരിക്കട്ടെ. അച്ഛാ, നാളെ പളനിക്ക് പോകാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം പാക്ക് ചെയ്ത് വെച്ചോളൂ. ആഹാ, ഇവിടെ ഇരിക്കണം കൊച്ചുകളെ. പളനിക്ക് പോയിട്ട് വന്നിട്ട് വേണം നമുക്ക് പുതിയ ജോലി ചേർക്കാൻ. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വോട്ട് കൊടുത്തോണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ മുട്ടയിൽ പൊട്ടിയ
എടാ നമ്മളെ റീൽസിന് 200 വ്യൂസ് ആയടാ. അങ്ങനെ 200 500 ആവും, 500 1000 ആവും, 1000 2000, അങ്ങനെ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം പൂട്ടും. നമ്മളെ ലക്ഷപ്രഭുക്കളാവോന്ന്. നമ്മൾ അഭിനയം കണ്ട ആൾക്കാര് നമ്മുടെ അടുത്ത് പറയും മലർവാടികളെ ഒന്ന് നിർത്തിയിട്ട് പൊക്കിവിടേടാണ്. എന്തേ നേരത്തെ സിനിമയിൽ വരാത്തേന്ന്. അങ്ങനെ സിനിമാ വ്യവസായവും നിലയ്ക്കും. നമ്മളെ കാണാൻ ആൾക്കാർ ക്യൂ നിൽക്കും. എന്തിനെന്നറിയാമോ? അറിയാം കൂട്ടുകാരി ഒഴിവാക്കി ഒറ്റക്കൊറ്റക്ക് അടിവാങ്ങാനല്ലേ. അവനെയൊക്കെ എന്തെയ്യട്ട്? എടാ പൂമാലണിയിക്ക. അതിപ്പോ മരിച്ചു കഴിഞ്ഞാൽ ഫോട്ടോയിൽ പൂമാലിട്ട് അണിയിക്കല്ല. നീ ഇനി ശബ്ദിക്കരുത്. ഇല്ല, പൂമാലയിട്ട് കളിയാക്കിയവരുടെ മുമ്പിൽ കൂടി നമ്മൾ പോകുമ്പോൾ അവർ പറയും ഇനിയെങ്കിലും നന്നായി കൂടെടാ നാറി എന്നല്ലേ. എന്നെ അങ്ങ് കൊല്ല്. അയ്യോ അത് നീ പേടിക്കണ്ട. ഈ പരിപാടിയായിട്ടാ നീ മുന്നോട്ട് പോണെങ്കിൽ അത് നാട്ടുകാർ ചെയ്തു. ഇനി നീ എന്റെ റീൽസിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഒരുപാട് നന്ദിയുണ്ടല്ലേ എന്റെ ആഴ്ചത്തിൽ കൂടെ നീട്ടി തന്നേന്. താങ്ക്സ്.